പെരിയാർ മത്സ്യക്കൂട്ടക്കുരുതിയിൽ രാസമാലിന്യത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടില്ല എന്ന് ആവർത്തിച്ച് PCB. കുഫോസിന്റെ റിപ്പോർട്ടിനെ കുറിച്ച് അറിയില്ല. 2 കമ്പനികൾക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഈ കമ്പനികൾക്ക് നോട്ടീസ് നൽകിയ കഴിഞ്ഞ ദിവസം കണ്ടെത്തിയ നിയമലംഘനത്തെ തുടർന്നും PCB ഇവരുമായി കൊച്ചിയിൽ നിന്നും രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, PCB ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് വ്യക്തമാക്കുന്നത്? സുരേഷ്, പെരിയാറിൽ മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയ സംഭവത്തിലാണ് മുൻ നിലപാട് മലിനീകരണ നിയന്ത്രണ ബോർഡ് ആവർത്തിച്ചിരിക്കുന്നത്. പെരിയാറിൽ രാസമാലിന്യത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടില്ല. കുഫോസിന്റെ റിപ്പോർട്ടിനെ കുറിച്ച് തങ്ങൾക്ക് അറിയില്ലെന്നുമാണ് PCB ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. നിയമലംഘനങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് 2 കമ്പനികൾക്ക് നിലവിൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്. AK കെമിക്കൽസ്, അതോടൊപ്പം തന്നെ അർജുന നാച്ചുറൽസ് എന്നിവർക്കാണ് നോട്ടീസ് നൽകിയിട്ടുള്ളത്. AK കെമിക്കൽസ് എന്ന കമ്പനി അടച്ചുപൂട്ടാനായിട്ടാണ് നിലവിൽ നോട്ടീസ് നൽകിയിരിക്കുന്നത്. നേരത്തെ ഈ രാസമാലിന്യത്തിന്റെ സാന്നിധ്യം പെരിയാറിൽ ഇല്ലെന്നും ഓക്സിജന്റെ അളവ് കുറഞ്ഞതാണ് മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങാൻ കാരണമെന്നുമായിരുന്നു PCBയുടെ റിപ്പോർട്ട്. പക്ഷേ ആ റിപ്പോർട്ട് പുറത്തു വന്നതിന് തൊട്ട് പിന്നാലെയായിരുന്നു കുഫോസിന്റെ റിപ്പോർട്ടും വന്നത്. അതിൽ പറഞ്ഞിരുന്നത് പെരിയാറിൽ അമോണിയയുടെയും സൾഫൈഡിന്റെയും അളവ് അപകടകരമായിട്ടുള്ള രീതിയിൽ ഉണ്ടെന്നായിരുന്നു. ഇത്തരത്തിൽ 2 തലത്തിലും വന്ന റിപ്പോർട്ടുകൾ വ്യത്യസ്തമായത് വലിയ രീതിയിലുള്ള ആശങ്കയും പ്രതിഷേധവും ഇതിനെ തുടർന്ന് ഉണ്ടായിരുന്നു. തുടർന്നാണ് PCB ഉദ്യോഗസ്ഥർ വീണ്ടും ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും കുഫോസിന്റെ റിപ്പോർട്ടിനെ കുറിച്ച് തങ്ങൾക്ക് അറിയില്ലെന്നും തങ്ങൾ ആ സാമ്പിളുകൾ, വെള്ളത്തിന്റെ സാമ്പിളുകൾ ശേഖരിച്ച് നടത്തിയ പരിശോധനയിൽ ആ ഫലത്തിൽ രാസമാലിന്യത്തിന്റെ സാന്നിധ്യം ഇല്ലെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നതായിട്ടാണ് നിലവിൽ PCB ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. സുരേഷ്.